അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. മൂന്നാമതായി ഷെയ്ഖ് അവറുകൾ പറയുന്ന വളരെ പ്രസക്തമാകുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അസ്സാലിസു, ഷെയ്ഖ് അവറുകൾ പറയുന്നു, മൂന്നാമത്തത്, മല്ലം യുക്കഫിരിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സ്വഹഹ മദ്ഹബഹും കഫറ. അദ്ദേഹം പറയുകയാണ്, ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകളെ ആരെങ്കിലും കാഫിറാക്കുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ ഔ ശക്ക ഫീ കുഫ്രിഹിം, അവരുടെ നിഷേധത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഒരു വിശ്വാസിക്കുണ്ടോ എങ്കിൽ, അതുമല്ല ഔ സ്വഹഹ മദ്ഹബഹും, ഇനി അവർ വിശ്വസിക്കുന്ന അത്തരം ശിർക്കൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ശരിയാണ് എന്ന് വാദിക്കുകയും ചെയ്താൽ കഫറ. ആ ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ മുശ്രിക്കുകൾ അവർ കാഫിരീങ്ങളാണ് എന്ന് വിശ്വസിക്കാത്തവർ, അല്ലെങ്കിൽ അവരുടെ കുഫറിൽ അവരുടെ നിഷേധത്തിൽ സംശയമുള്ളവർ, അവരെല്ലാവരും കാഫിറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ് എന്നുകൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ മൂന്നാമതായി ആ കാര്യത്തെക്കുറിച്ച് ഉണർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ കഴിയും, ഹാദ നാഖിദു യുനാഖിദു ജാനിബൻ നഫി ഫി ഷഹാദത്തി തൗഹീദ്. അതായത് ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഈ കാര്യമെന്നത് യഥാർത്ഥത്തിൽ തൗഹീദിന് സാക്ഷ്യം വഹിക്കുന്നതിന് ഘടകവിരുദ്ധമാകുന്ന കാര്യമാകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ നിലപാടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അതിലെന്തെങ്കിലും സംശയമുണ്ടാവുവാനോ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഏകദൈവ വിശ്വാസത്തിലും ഏകദൈവ ആരാധനയിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമേ മറ്റു ഇതര ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ശരിവെക്കുക, അല്ലെങ്കിൽ ആ മുശ്രിക്കുകളായ ആളുകൾ അവരൊക്കെ നമ്മളെപ്പോലെ വിശ്വാസികൾ തന്നെയാണ് എന്നൊക്കെ വിചാരിച്ച് അവരെ കാഫിറാക്കാതിരിക്കുക, അവർ സത്യനിഷേധികളാണ് എന്ന് സത്യപ്പെടുത്താതിരിക്കുക, ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിലെ 256 വചനത്തിൽ അള്ളാഹു നമുക്ക് കൃത്യമായ ആ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത് വയുക്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആരെങ്കിലും ദുർമൂർത്തികളെ വെടിയുകയും അതിനെ നിഷേധിക്കുകയും അതോടൊപ്പം വയുക്മിൻ ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ശക്തമായ കയറിലാണ് അവൻ പിടിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരു അപകടത്തിൽ വീഴുന്ന സമയത്ത് ഒരു പിടിവള്ളി കിട്ടിയാൽ അതിനെ മുറുകെ പിടിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ തൗഹീദിനെ മുറുകെ പിടിക്കുക എന്നത്. അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ത്വാഗൂത്തുകൾ ദുർമൂർത്തികളെ നിഷേധിക്കണം. രണ്ടാമത്തത്, അള്ളാഹുവിൽ വിശ്വസിക്കണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് രണ്ട് പാർട്ടുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഒന്നാമത്തത് ലാ ഇലാഹ എന്നതാണ്, അതായത് ഒരു ആരാധ്യനുമില്ല എന്ന നിഷേധം, നഫി അവിടെ ഉണ്ടാകുന്നു. അതോടൊപ്പം ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തൽ, ഇല്ലല്ലാഹ്, എല്ലാ ആരാധ്യന്മാരെയും നിഷേധിച്ചതിന് ശേഷം അള്ളാഹു എന്ന യഥാർത്ഥ ആരാധ്യനെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. എന്നതുപോലെ ഇവിടെ അള്ളാഹു യഥാർത്ഥ ആരാധ്യനാണ് എന്ന് സ്ഥിരപ്പെടുത്തിയാൽ മാത്രം പോരാ, മറിച്ച് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് മുഴുവൻ അത് നിരർത്ഥകമാണ്, ബാത്തിലാണ് എന്ന് വിശ്വസിക്കുകയും വേണം. അവിടെയാണ് നമ്മൾ ഈ നാഖിദ് പഠിക്കുന്നത്. മല്ലം യുക്കഫിരിൽ മുശ്രിക്കീന, മുശ്രിക്കുകൾ അവർ കാഫിറാണ് എന്ന് വിശ്വസിക്കണം. കാരണം അവർ സത്യനിഷേധത്തിലാണ്. ഷിർക്ക് ചെയ്യുക എന്നത് സത്യനിഷേധമാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് പാടില്ലാത്തതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതിലെ ആദ്യത്തെ ഭാഗം ലാ ഇലാഹ എന്നത് നമ്മൾ ആദ്യമായി പ്രഖ്യാപിക്കുന്നു. ശേഷമാണ് ഇല്ലല്ലാ എന്ന അള്ളാഹുവിനെ യഥാർത്ഥ ആരാധ്യനെ സ്ഥിരപ്പെടുത്തുന്നത്. എന്നതുപോലെ ഒരാൾ സത്യനിഷേധികളെ നിഷേധിക്കുന്നില്ല, എന്നാൽ ഇസ്ലാമുണ്ട്, ആരാധ്യൻ അള്ളാഹുവാണ് എന്നു മാത്രം വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ
സത്യനിഷേധികളായ ആളുകളെ നിഷേധിക്കുകയും അതുപോലെ തന്നെ അവർ പിഴച്ച വിശ്വാസമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ലാതെ നിലകൊള്ളുകയും ഒരിക്കലും സത്യനിഷേധികളായ ആളുകളുടെ വിശ്വാസം അത് ശരിയല്ല എന്ന ഉറച്ച വിശ്വാസവും നമുക്കുണ്ടാകണം. എങ്കിലാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഇതിന് ഘടകവിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങളാണ് മുശ്രിക്കുകളെ കാഫിറാക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ ശരിവെച്ചുകൊണ്ട് എല്ലാ മതങ്ങളും ശരിയാണ് എന്നു പറയലൊക്കെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നാണ്. അതിന് തെളിവ് സൂറത്തുൽ ബഖറയിലെ 256 ആയത്താണ്. അതിൽ പണ്ഡിതന്മാർ വീണ്ടും വിശദീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. വൽ കുഫ്റു ബിത്വാഗൂത്ത് യതളമ്മനു സലാസത്തുൽ ഉമൂർ. ദുർമൂർത്തികളെ നിഷേധിക്കുക എന്നത് 3 കാര്യങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ്. അതിലൊന്നാമത്തത് നമ്മുടെ കൽബ് കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് അതിനെ നിഷേധിക്കണം, അതിനെ വെറുക്കണം. രണ്ടാമത്തത് നമ്മുടെ നാവ് കൊണ്ട് അതിനെ നിഷേധിക്കണം, അതിന് അവരുടെ വിശ്വാസം ശരിയല്ല എന്നും അവരുടെ വിശ്വാസത്തിൻ്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുന്ന സംസാരങ്ങളും ഉണ്ടാകണം. മൂന്നാമത്തത് കുഫ്റുൽ ജവാരിഹ് ബിഹ്, നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് അതിനെ നിഷേധിക്കുക തന്നെ ചെയ്യണം. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആല ഇമ്രാനിൽ 19 വചനത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്നുള്ളത് ഇസ്ലാം മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇസ്ലാം മാത്രമാണ് സ്വീകാര്യമായത്, ഇസ്ലാം മാത്രമാണ് സ്വഹീഹായിട്ടുള്ളത്. മറ്റു ഇതര ദർശനങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ഒന്നും ശരിയല്ല എന്നും അതൊരിക്കലും ശരിയാവുകയില്ല എന്നും അതിൽ യാതൊരു സംശയവുമില്ല എന്നും വിശ്വാസികളായ നമ്മൾ തീർച്ചപ്പെടുത്തി വിശ്വസിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, ഫമല്ലം യക്ഫുറുഹും ഔ ശക്ക ഫീ കുഫ്രിഹിം മഅ തബീനി കുഫ്രിഹിം ലഹു ബിൽ കിതാബി വസ്സുന്ന ഫഹുവ കാഫിർ മിസ്ലഹും. വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി വന്ന കാര്യങ്ങൾ, ഇത്തരം ആളുകളുടെ വിഷയങ്ങളെക്കുറിച്ച് അവർ കാഫിരീങ്ങളാണ് എന്നൊക്കെ വന്നിട്ടും അതിൽ അവരെ നിഷേധിക്കാതെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും സംശയമുണ്ട്, അത് ശരിയായേക്കാം എന്ന എന്തെങ്കിലും സംശയവും വച്ചു പുലർത്തുകയാണെങ്കിൽ അവനും അവരെപ്പോലെ കാഫിറാകുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രദ്ധേയമായ വാചകമാണ്, വശർറ മിൻ ദാലിക് മൻ സഹഹ മദ്ഹബഹും വഹസ്സനഹു. ഇതിനേക്കാൾ ഷർറായ മോശപ്പെട്ട ആളാരാണെന്ന് വെച്ചാൽ കുഫറിനെ നിഷേധിക്കാതിരുന്നാലോ അല്ലെങ്കിൽ കുഫറിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അതിനേക്കാൾ വലിയ ഷർറായ ആളുകളാണ് ഈ കുഫറിനെ ശരിയായതാണ് എന്ന് വിശ്വസിക്കുക എന്നത്. കുഫർ അല്ലെങ്കിൽ ബാത്തിലായ വിശ്വാസം, സത്യനിഷേധം അതൊക്കെ ശരിയാണ്, മറ്റുള്ള ഇതര ആദർശ ദർശനങ്ങളും അതും ശരിയാണ് എന്നു പറയൽ തന്നെയും അത് മറ്റുള്ളതിനേക്കാൾ വലിയ ഷർറാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതോടൊപ്പം മറ്റു വിശ്വാസങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം തകരും. ലാ ഇലാഹ ഇല്ലല്ല എന്ന 2 പാർട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല എന്ന നിഷേധമാണ് ആദ്യം ഉണ്ടാകുന്നത്. ശേഷമാണ് ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് എന്നതുണ്ടാകുന്നത്. അപ്പോൾ സർവ്വതിനെയും നിഷേധിച്ച് അള്ളാഹുവിനെ യഥാർത്ഥ ആരാധ്യനെ മാത്രം സ്ഥിരപ്പെടുത്തുന്നു. എന്നതുപോലെ ലോകത്ത് പല വിധത്തിലുള്ള ദർശനങ്ങളും ആദർശങ്ങളും മതങ്ങളുമുണ്ട്. അവിടെ ഇസ്ലാം മാത്രമാണ് ശരിയെന്നും മറ്റു ആദർശങ്ങൾ ദർശനങ്ങൾ അത് ശരിയല്ല എന്നും അതിൽ യാതൊരു സംശയവുമില്ല, അവരുടെ ആദർശങ്ങൾ തെറ്റാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല, ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. എന്നാൽ അത് ആചരിക്കുന്നവർ, അവർക്കത് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്ത്, അതിനാരും ഹനിക്കുന്നില്ല. മറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസത്തെയാണ്, വിശ്വാസികളോടാണ് ഇത് പൊതുവിൽ പറയുന്നത്. എന്നാൽ ഇതര മതസ്ഥർക്ക് അവരുടെ മതങ്ങൾ ആചരിക്കാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യം പോലെയുള്ള മഹത്തായ ഈ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ് ശരി. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അത് മതത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പലരും ചില കാര്യങ്ങൾ പറയുമ്പോൾ പോലും ആ പറയുന്ന ആളുകളുടെ നിലപാടാണ് ശരിയെന്ന് ഓരോരുത്തർക്കും അവർ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പഠനത്തിനും അവരുടെ കാഴ്ചപ്പാടിനും അടിസ്ഥാനത്തിൽ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്.
എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഖുർആനും സുന്നത്തും പ്രമാണങ്ങൾ, ദൈവിക വചനങ്ങൾ ഇത് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസമാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഇതര വിശ്വാസങ്ങൾ പൂർണ്ണമായും ബാത്തിലാണ് എന്ന്, നിരർത്ഥകമാണ് എന്നും നമ്മൾ വിശ്വസിക്കൽ അടിസ്ഥാന കാര്യമാണ്. എല്ലാം ശരിയാണ്, എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. കാരണം എല്ലാം ശരിയാകും എന്ന ഒരു അവസ്ഥ നമ്മുടെ ഈ ലോകത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു വ്യവസ്ഥ വച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെടുത്ത് നിൽക്കുക എന്നതാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത്, അതാണ് ശരിയായിട്ടുള്ളതും. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ മതമായി സ്വീകരിക്കപ്പെടുന്നത് ഇസ്ലാം മാത്രമാണ് എന്ന് അള്ളാഹ് പറഞ്ഞെടുത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.